2026 ബിറ്റ് കോയിനിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ റെഡി ആയിട്ടുള്ള ഒരാളാണ്. പക്ഷേ ഏത് എക്സ്ചേഞ്ച് വഴി, ഏത് പ്ലാറ്റ്ഫോം വഴി ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് നല്ലത് എന്നറിയാതെ കൺഫ്യൂഷൻ ആയിരിക്കുന്ന ഒരാളാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. പലപ്പോഴും നമ്മൾ ബിറ്റ്കോയിനെ കുറിച്ച് വീഡിയോസ് ചെയ്യുന്ന സമയത്ത് എല്ലാ ആളുകളും കോമൺ ആയിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഏത് പ്ലാറ്റ്ഫോമുകൾ വഴിയാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്, ഏത് എക്സ്ചേഞ്ച് വഴിയാണ് ബിറ്റ് കോയിനിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് എന്നുള്ളത്. നമ്മൾ ആദ്യം ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ബിറ്റ് കോയിൻ ഒരു ഗ്ലോബൽ അസറ്റാണ്. ഇപ്പോൾ ഗോൾഡ് പോലെ ഗ്ലോബലി ട്രേഡ് ചെയ്യുന്ന ഒരു അസറ്റാണ്. അത് കാരണം കൊണ്ട് തന്നെ ഓരോ രാജ്യത്തും ഡിഫറെൻറ്റ് പ്ലാറ്റ്ഫോമുകളിലാണ് ബിറ്റ് കോയിൻ ട്രേഡ് ചെയ്യുന്നതും ഓരോ രാജ്യങ്ങളിലും പല നിയമങ്ങളുമാണ് ബിറ്റ് കോയിൻ്റെ മീതെ ഉള്ളത്. ഇപ്പോൾ ഇന്ത്യയിൽ ബിറ്റ് കോയിൻ്റെ മീതെ ഒരു നിയമമാണ് എന്നുണ്ടെങ്കിൽ അതേ ഒരു നിയമങ്ങൾ അല്ല യു എയിലുള്ള ആളുകൾക്ക് ഉള്ളത്. ഇപ്പോൾ യു എസിൽ വേറെ ഒരു നിയമമായിരിക്കും. അതേപോലെ തന്നെ ഇന്ത്യയിലുള്ള ആളുകൾ ഉപയോഗിക്കുന്ന പ്ലാറ്റ്ഫോമുകളല്ല യു എയിൽ, ദുബായിലുള്ള ആളുകൾ ബിറ്റ് കോയിൻ വാങ്ങാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഗ്ലോബലി ആണെന്നുണ്ടെങ്കിലും പല രാജ്യങ്ങളും ഡിഫറെൻറ്റ് പ്ലാറ്റ്ഫോമുകളാണ്. അപ്പോൾ ഏത് രാജ്യത്താണോ നിങ്ങൾ ഉള്ളത് ആ രാജ്യത്ത് ഏതാണോ നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം, ആ ഒരു പ്ലാറ്റ്ഫോമുകൾ വഴി നിങ്ങളുടെ രാജ്യത്തുള്ള നിയമങ്ങൾ കാര്യങ്ങളെല്ലാം പാലിച്ചുകൊണ്ട് ബിറ്റ് കോയിനിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് നല്ലത്. ഇപ്പോൾ ഇതേപോലെ തന്നെയാണ് ഗോൾഡും അല്ലെ. ഇപ്പോൾ ഇന്ത്യയിൽ നമ്മൾ ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന അതേ ഒരു പ്ലാറ്റ്ഫോമുകൾ വഴി ആയിരിക്കില്ല നമ്മൾ യു എയിൽ, ദുബായിലുള്ള ആളുകൾ ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഇതേപോലെ ആയിരിക്കില്ല യൂറോപ്പിലും അമേരിക്കയിലും ഉള്ള ആളുകൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഇതേപോലെ തന്നെയാണ് ബിറ്റ് കോയിനും ഓരോ രാജ്യങ്ങളിലും ഡിഫറെൻറ്റ് പ്ലാറ്റ്ഫോമുകളാണ്. അതേപോലെ തന്നെ ഗ്ലോബലി എല്ലാവരുടെയും അവൈലബിൾ ആയിട്ടുള്ള പ്ലാറ്റ്ഫോമുകളും ഉണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോസ് ഏറ്റവും കൂടുതൽ ആളുകൾ കാണുന്നത് യു എയിലുള്ള, ദുബായിലുള്ള ആളുകളാണ്. അതേപോലെ തന്നെ ഇന്ത്യയിലുള്ള ആളുകളാണ്. അതേപോലെ തന്നെ ബാക്കിയുള്ള രാജ്യങ്ങളിലുള്ള ആളുകളൊക്കെ വളരെ കുറച്ച് വ്യൂവേഴ്സ് മാത്രമേ ഉള്ളൂ. അപ്പോൾ 4 കാറ്റഗറി ആയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോനെ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഇന്ത്യയിൽ ഏതൊക്കെയാണ് ബെസ്റ്റ് പ്ലാറ്റ്ഫോമുകൾ, ഇന്ത്യയിലുള്ള ആളുകൾ ഏത് പ്ലാറ്റ്ഫോമുകൾ വഴി ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് നല്ലത്, അതേപോലെ തന്നെ ദുബായിൽ, യു എയിലുള്ള ആളുകൾക്ക് ഏത് പ്ലാറ്റ്ഫോമുകളാണ് ബെസ്റ്റ്, അതേപോലെ തന്നെ മറ്റുള്ള ഗൾഫ് രാജ്യങ്ങളിൽ ഏതാണ് ബെറ്റർ ആയിട്ടുള്ള ഒരു മെത്തേഡ്, അതേപോലെ തന്നെ ബാക്കിയുള്ള രാജ്യങ്ങളിൽ ഏതൊക്കെയാണ് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള മെത്തേഡ് എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഒരു 4 കാറ്റഗറി ഞാനിവിടെ ടൈം സ്റ്റാമ്പ് ആയിട്ട് ഈ ഒരു വീഡിയോയിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങളിതിൽ എവിടെയാണ്, ഏത് രാജ്യത്താണ് ഉള്ളത്, അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോൻ്റെ പല സെക്ഷൻസും കാണുകയാണെന്നുണ്ടെങ്കിൽ ഏത് പ്ലാറ്റ്ഫോമാണ് നിങ്ങൾക്ക് സ്യൂട്ടബിൾ എന്ന് മനസ്സിലാവും. സോ ഫസ്റ്റ് ഓഫ് ഓൾ, ഇന്ത്യയിലുള്ള ആളുകൾക്ക് എങ്ങനെ ബിറ്റ് കോയിൻ വാങ്ങിക്കാം എന്ന് നമുക്ക് നോക്കാം. സോ മെയിൻ ആയിട്ട് 3 രീതിയിലൂടെ ഇന്ത്യയിൽ നിന്ന് നമുക്ക് ബിറ്റ് കോയിൻ വാങ്ങിക്കാൻ സാധിക്കും. ഒന്നാമത്തെ മെത്തേഡാണ് ഇന്റർനാഷണലി പോപ്പുലർ ആയിട്ടുള്ള ലാർജസ്റ്റ് ഗ്ലോബൽ ക്രിപ്റ്റോ കറൻസി എക്സ്ചേഞ്ചുകൾ വഴി ബിറ്റ് കോയിൻ വാങ്ങിക്കുക. ഉദാഹരണത്തിന് ബൈനാൻസ്, ബൈബെറ്റ്, OKX പോലുള്ള എക്സ്ചേഞ്ചുകളാണ് ഗ്ലോബലി പോപ്പുലർ ആയിട്ടുള്ള ഇന്റർനാഷണൽ ക്രിപ്റ്റോ കറൻസി എക്സ്ചേഞ്ചുകൾ. coinmarketcap.com എന്നുള്ള ഈ ഒരു വെബ്സൈറ്റിൽ എക്സ്ചേഞ്ച് എന്നുള്ളൊരു സെക്ഷനിൽ നിങ്ങൾ പോയി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഗ്ലോബലി പോപ്പുലർ ആയിട്ടുള്ള ഒട്ടുമിക്ക എല്ലാ ക്രിപ്റ്റോ കറൻസി എക്സ്ചേഞ്ചുകളുടെയും ലിസ്റ്റ് കാണും. അപ്പോൾ ഏറ്റവും ടോപ്പിലുള്ള ഒരു ടോപ്പ് 5 ഇന്റർനാഷണൽ എക്സ്ചേഞ്ചുകളാണ് ഞാൻ പേഴ്സണലി റെക്കമെൻഡ് ചെയ്യുന്നത്. സോ നിങ്ങൾക്ക് ബൈബെറ്റ്, ബൈനാൻസ്, OKX ഇത്തരത്തിലുള്ള എക്സ്ചേഞ്ചുകളെല്ലാം വളരെ സേഫ് ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. പക്ഷേ ഇന്റർനാഷണൽ എക്സ്ചേഞ്ചുകൾ ഉപയോഗിക്കുമ്പോൾ ഉള്ള ഒരേ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത്, ഇപ്പോൾ ഈ പറയുന്ന എക്സ്ചേഞ്ചുകളെല്ലാം ഗ്ലോബലിയുള്ള എക്സ്ചേഞ്ചുകളായത് കാരണം കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് INR നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് ഡെപ്പോസിറ്റ് ചെയ്യാനും ഡയറക്റ്റ് ആയിട്ട് വിഡ്രോ ചെയ്യാനും സാധിക്കില്ല. അത് കാരണം കൊണ്ട് തന്നെ പിയർ ടു പിയർ ആയിട്ട്, P2P ആയിട്ട് നിങ്ങളെപ്പോലെയുള്ള വേറെ ബയേഴ്സും സെല്ലേഴ്സും ആയിട്ട് നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ക്യാഷ് ഡെപ്പോസിറ്റും വിഡ്രോവലും ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ അവിടെയുള്ള ഒരു പ്രോബ്ലം എന്ന് പറയുന്നത്, ബിറ്റ് കോയിൻ വാങ്ങുന്ന സമയത്ത് നമ്മൾ P2P ചെയ്യുമ്പോൾ പ്രോബ്ലം ഒന്നുമില്ല. നമ്മൾ വേറെ ഒരാളുടെ അക്കൗണ്ടിലോട്ടാണ് ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്ത് കൊടുക്കുന്നത്. പക്ഷേ നിങ്ങൾ വിൽക്കുന്ന സമയത്ത് നിങ്ങളുടെ അക്കൗണ്ടിലോട്ട് ആരാണ് ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് അറിയില്ല. അപ്പോൾ അത് വലിയൊരു പ്രോബ്ലമാണ്. ഇപ്പോൾ ഇന്ത്യയിലൊക്കെ പല സ്കാമുകളും ഒക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ അക്കൗണ്ടിലോട്ട് ചിലപ്പോൾ അൺനോൺ ആയിട്ടുള്ള ഫണ്ട് കാര്യങ്ങൾ, ഇപ്പോൾ അൺനോൺ ആയിട്ടുള്ള പല ആളുകളും നിങ്ങളുടെ അക്കൗണ്ടിലോട്ട് ഫണ്ട് ഡെപ്പോസിറ്റ് ചെയ്യുന്ന സമയത്ത് അത് ചിലപ്പോൾ സ്കാം ഫണ്ടുകളൊക്കെ ആണ് എന്നുണ്ടെങ്കിൽ അത് ഭാവിയിൽ ഫ്രീസ് ആവാനുള്ള സാധ്യത, ലീൻ മാർക്ക് ആവാനുള്ള സാധ്യത, അത്തരത്തിലുള്ള ഒരുപാട് റിസ്ക് കാര്യങ്ങൾ ഉണ്ട്. അപ്പോൾ വാങ്ങുന്നതിനെ കൊണ്ട് പ്രോബ്ലം ഇല്ല. ബിറ്റ് കോയിൻ ഗ്ലോബലി പോപ്പുലർ ആയിട്ടുള്ള എക്സ്ചേഞ്ചുകൾ ഹോൾഡ് ചെയ്യുന്നതിനെ കൊണ്ട് പ്രോബ്ലം ഇല്ല. വിൽക്കുന്ന സമയത്ത് മാത്രം ഇത്തരത്തിലുള്ള ടെക്നിക്കലി ഉള്ള കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ച് നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും സേഫ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ് ഇന്റർനാഷണലി പോപ്പുലർ ആയിട്ടുള്ള ഗ്ലോബൽ ക്രിപ്റ്റോ കറൻസി എക്സ്ചേഞ്ചുകൾ വഴി ബിറ്റ് കോയിനിൽ ഇൻവെസ്റ്റ് ചെയ്യൽ. അതേപോലെ തന്നെ ഇത്തരത്തിലുള്ള ഇന്റർനാഷണൽ എക്സ്ചേഞ്ചുകളാണ് നിങ്ങൾ ഉപയോഗിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇതുപോലുള്ള ഹാർഡ്വെയർ വാലറ്റുകളിലോട്ടൊക്കെ നിങ്ങൾക്ക് ബിറ്റ് കോയിൻ വിഡ്രോ ചെയ്യാനും സെൽഫ് കസ്റ്റഡി ചെയ്യാനും സാധിക്കും. അത് കാരണം കൊണ്ട് തന്നെ ഭാവിയിൽ ഈ എക്സ്ചേഞ്ചുകൾക്ക് എന്തെങ്കിലും പറ്റുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബിറ്റ് കോയിൻ എവിടെയും പോവില്ല, അത് സേഫ് ആയിട്ട് നിങ്ങളുടെ കയ്യിൽ തന്നെ ഉണ്ടാവും. രണ്ടാമത്തെ മെത്തേഡാണ്, ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഈ P2P ആയിട്ടുള്ള, പിയർ ടു പിയർ ആയിട്ടുള്ള ഡിഫിക്കൽട്ട് ആയിട്ടുള്ള മെത്തേഡ് കാര്യങ്ങളൊന്നും ഉപയോഗിക്കാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇന്ത്യൻ ബേസ്ഡ് ആയിട്ടുള്ള ഡയറക്റ്റ് ഫിയറ്റ് ഡെപ്പോസിറ്റും ഫിയറ്റ് വിഡ്രോവൽസും ആക്സെപ്റ്റ് ചെയ്യുന്ന എക്സ്ചേഞ്ചുകൾ ഉപയോഗിക്കുക. സോ ഇപ്പോൾ എൻ്റെ അറിവിൽ ഡയറക്റ്റ് ആയിട്ട് INR ഡെപ്പോസിറ്റും INR വിഡ്രോവലും അനുവദിക്കുന്ന, അതേപോലെ തന്നെ സെൽഫ് കസ്റ്റഡി അനുവദിക്കുന്ന ഒരേ ഒരു എക്സ്ചേഞ്ച് ഗെറ്റ്ബെറ്റ് എന്നുള്ളൊരു എക്സ്ചേഞ്ചാണ്. വേറെ ഏതെങ്കിലും എക്സ്ചേഞ്ച് ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല. അങ്ങനെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റിൽ എന്നെ അറിയിക്കാവുന്നതാണ്.
അപ്പോൾ ഗെറ്റ്ബിറ്റിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ തന്നെ ഫണ്ട് ഡെപ്പോസിറ്റ് ചെയ്യാനും ഫണ്ട് വിഡ്രോ ചെയ്യാനും ഈ വാങ്ങിക്കുന്ന ബിറ്റ് കോയിൻ നിങ്ങളുടെ ഹാർഡ്വെയർ വാലറ്റിലോട്ട് സെൽഫ് കസ്റ്റഡി വാലറ്റിലോട്ട് വിഡ്രോ ചെയ്യാനും സാധിക്കും. ഇന്റർനാഷണൽ എക്സ്ചേഞ്ചുകളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഗെറ്റ്ബിറ്റ് കുറച്ച് സ്ലോ ആയിരിക്കും, കാരണം ബിറ്റ് കോയിൻ മാത്രമാണ് ഈ ഒരു എക്സ്ചേഞ്ചിലൂടെ നമുക്ക് വാങ്ങിക്കാനും സാധിക്കാം. മൂന്നാമത്തെ മെത്തേഡാണ് CoinDCX, CoinSwitch പോലുള്ള ഇന്ത്യൻ ബേസ്ഡ് ക്രിപ്റ്റോ കറൻസി എക്സ്ചേഞ്ചുകൾ ഉപയോഗിക്കുക. പക്ഷേ ഇതൊരിക്കലും ഞാൻ റെക്കമെൻഡ് ചെയ്യാത്ത ഒരു മെത്തേഡാണ്. കാരണം ഈ പറയുന്ന ക്രിപ്റ്റോ കറൻസി എക്സ്ചേഞ്ചുകൾ ഇന്ത്യയിൽ പോപ്പുലറാണ്. പക്ഷേ നിങ്ങൾക്ക് ബിറ്റ് കോയിൻ വാങ്ങാനും അതിൽ ഹോൾഡ് ചെയ്യാനും സാധിക്കും. പക്ഷേ ഈ വാങ്ങുന്ന ബിറ്റ് കോയിൻ നിങ്ങളുടെ വാലറ്റിലോട്ട്, നിങ്ങളുടെ സെൽഫ് കസ്റ്റഡി വാലറ്റിലോട്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു എക്സ്ചേഞ്ചിലോട്ടോ നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാൻ സാധിക്കില്ല. അത് വലിയൊരു റെഡ് ഫ്ലാഗ് ആണ്. അതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു പ്രോബ്ലം എന്ന് പറയുന്നത്, ഇപ്പോൾ ഉദാഹരണത്തിന് കഴിഞ്ഞ പ്രാവശ്യമെല്ലാം കഴിഞ്ഞ ബുൾ മാർക്കറ്റിൽ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ഒരു ഇന്ത്യൻ എക്സ്ചേഞ്ച് ആയിരുന്നു WazirX. അപ്പോൾ ഈ WazirXലെല്ലാം കുറേ ആളുകൾ ഇൻവെസ്റ്റ് ചെയ്തിട്ട് അതിൽ ഫണ്ട് കീപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. ആ ഒരു എക്സ്ചേഞ്ച് ഹാക്കായിട്ട് മില്യൺസ് ഓഫ് ആളുകളുടെ ക്യാഷ് ആണ് പോയത്. ഓക്കെ, അപ്പോൾ അത്തരത്തിലുള്ള ഒരു പ്രോബ്ലം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എപ്പോഴും ഇതുപോലുള്ള ഹാർഡ്വെയർ വാലറ്റുകളിലോട്ട് സെൽഫ് കസ്റ്റഡി ചെയ്യുക എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ CoinDCX, CoinSwitch പോലുള്ള എക്സ്ചേഞ്ചുകളിൽ ഇൻവെസ്റ്റ് ചെയ്യരുത്. അതും നാളെ പൂട്ടിപ്പോകും എന്നുള്ളതല്ല പറയുന്നത്. ഇപ്പോൾ ഏതെങ്കിലും ഒരു എക്സ്ചേഞ്ച് പൂട്ടിപ്പോയത് കാരണം കൊണ്ട് എല്ലാ എക്സ്ചേഞ്ചുകളും മോശമാണ് എന്നുള്ളതല്ല പറയുന്നത്. പക്ഷേ ഇത്തരത്തിലുള്ള ഒരു അണ്ടർലൈങ് ആയിട്ടുള്ള ഒരു റിസ്ക് അവിടെ ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ ഓർമ്മിപ്പിക്കുന്നത്. അപ്പോൾ ഞാൻ എപ്പോഴും ഇന്ത്യയിലുള്ള ആളുകൾക്ക് പേഴ്സണലി റെക്കമെൻഡ് ചെയ്യുന്നത്, ഒന്നുകിൽ നിങ്ങൾ ഇന്റർനാഷണലി പോപ്പുലർ ആയിട്ടുള്ള എക്സ്ചേഞ്ചുകൾ ഉപയോഗിക്കുക, അല്ലെങ്കിൽ ഗെറ്റ്ബിറ്റ് പോലുള്ള എക്സ്ചേഞ്ചുകൾ ഉപയോഗിച്ച് ബിറ്റ് കോയിൻ വാങ്ങിച്ച് സെൽഫ് കസ്റ്റഡി ചെയ്യുന്നതാണ് എന്തുകൊണ്ടും നല്ലത്. രണ്ടാമതായിട്ട് UAE-യിലുള്ള ആളുകൾക്ക്, ദുബായിലുള്ള ആളുകൾക്ക് എങ്ങനെ ബിറ്റ് കോയിനിൽ ഇൻവെസ്റ്റ് ചെയ്യാം. UAE-യിലുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ബിറ്റ് കോയിനിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വളരെ ഈസി ആയിട്ട് സാധിക്കും. വളരെ ഈസി ആയിട്ട്, വളരെ ലീഗലായിട്ട്, വളരെ സേഫ് ആയിട്ട് നമുക്ക് പല പ്ലാറ്റ്ഫോമുകളും അവൈലബിൾ ആണ്. ഇപ്പോൾ ഞാൻ പേഴ്സണലി റെക്കമെൻഡ് ചെയ്യുന്നത് ഗ്ലോബലി പോപ്പുലർ ആയിട്ടുള്ള ക്രിപ്റ്റോ കറൻസി എക്സ്ചേഞ്ചുകൾ ഉപയോഗിക്കാനാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ബൈനാൻസ്, ബൈബിറ്റ്, OKX പോലുള്ള എല്ലാ എക്സ്ചേഞ്ചുകളും UAE-യിൽ അവൈലബിൾ ആണ്. അതുമാത്രമല്ല OKX, ബൈനാൻസ് പോലുള്ള എക്സ്ചേഞ്ചുകളിൽ ഇപ്പോൾ നിലവിൽ UAE ബാങ്ക് അക്കൗണ്ട് ഉപയോഗിച്ചിട്ട് തന്നെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഡെപ്പോസിറ്റും ഡയറക്റ്റ് ആയിട്ട് ഫിയറ്റ് വിഡ്രോവലും ഇപ്പോൾ പോസിബിൾ ആണ്. അത് കാരണം കൊണ്ട് തന്നെ നിങ്ങൾക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന അതേപോലെ വളരെ ഈസി ആയിട്ട് ക്രിപ്റ്റോ കറൻസി അല്ലെങ്കിൽ ബിറ്റ് കോയിനിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കും. അത് മാത്രമല്ല, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള ഹാർഡ്വെയർ വാലറ്റുകളിലോട്ട് ബിറ്റ് കോയിൻ വിഡ്രോ ചെയ്യാനും വളരെ ഈസി ആയിട്ട് സാധിക്കും. സോ ഗ്ലോബലി ഉള്ള എക്സ്ചേഞ്ചുകളുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും പേഴ്സണലി റെക്കമെൻഡ് ചെയ്യുന്നത് OKX, ബൈനാൻസ് പോലുള്ള പോപ്പുലർ ആയിട്ടുള്ള ലാർജസ്റ്റ് ക്രിപ്റ്റോ കറൻസി എക്സ്ചേഞ്ചുകളാണ്. ഇതിൽ തന്നെ നിങ്ങളൊരു ബിഗിനർ ആണ് എന്നുണ്ടെങ്കിൽ ഞാൻ പേഴ്സണലി റെക്കമെൻഡ് ചെയ്യുന്നത് OKX എന്നുള്ള ക്രിപ്റ്റോ കറൻസി എക്സ്ചേഞ്ച് ആണ്. സോ ഈ ഒരു എക്സ്ചേഞ്ചിൽ ഡെപ്പോസിറ്റും വിഡ്രോവൽസും വളരെ ഫാസ്റ്റ് ആണ്. ഇപ്പോൾ ഈവൻ ബൈനാൻസിൽ പോലും, ബൈനാൻസ് ലോകത്തിലെ ഏറ്റവും വലിയ ക്രിപ്റ്റോ കറൻസി എക്സ്ചേഞ്ച് ആണ്, സ്റ്റിൽ അതിൽ ഫിയറ്റ് ഡെപ്പോസിറ്റും ഇപ്പോൾ AED ഡെപ്പോസിറ്റും വിഡ്രോവൽസ് എല്ലാം കുറച്ച് സമയം എടുക്കാറുണ്ട്. പക്ഷേ OKXൽ വളരെ ഇൻസ്റ്റൻ്റ് ആയിട്ട് ഡെപ്പോസിറ്റും വിഡ്രോവലും നടക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളൊരു ബിഗിനർ ആണ് എന്നുണ്ടെങ്കിൽ OKX യൂസ് ചെയ്തിട്ട് ബിറ്റ് കോയിൻ വാങ്ങിക്കുന്നതായിരിക്കും എന്തുകൊണ്ടും നല്ലത്. OKXലൂടെ എങ്ങനെ ബിറ്റ് കോയിൻ മേടിക്കാം എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് വീഡിയോ നമ്മൾ ഓൾറെഡി ഈ ഒരു ചാനലിൽ വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ ഒരു വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് മനസ്സിലാവും. ഇനി അടുത്തതായിട്ട് നിങ്ങൾക്ക് ക്രിപ്റ്റോ കറൻസി എക്സ്ചേഞ്ചുകൾ വഴി ബിറ്റ് കോയിനിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമില്ല, അല്ലെങ്കിൽ ക്രിപ്റ്റോ എക്സ്ചേഞ്ചുകൾ വളരെ കോംപ്ലിക്കേറ്റഡ് ആണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ റെഗുലേറ്റഡ് ആയിട്ടുള്ള വഴികളിലൂടെ ബിറ്റ് കോയിനിൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു മെത്തേഡാണ് UAE-യിലുള്ള റെഗുലേറ്റഡ് ആയിട്ടുള്ള സ്റ്റോക്ക് ബ്രോക്കേഴ്സ് വഴി അമേരിക്കയിൽ ലിസ്റ്റഡ് ആയിട്ടുള്ള ബിറ്റ് കോയിൻ ETF-കളിൽ ഇൻവെസ്റ്റ് ചെയ്യുക. ഇപ്പോൾ 2024 ബ്ലാക്ക് റോക്ക് പോലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ബിറ്റ് കോയിൻ ETF അമേരിക്കൻ ഗവൺമെൻറ് അപ്രൂവ് ചെയ്യുന്നത്. സോ ഇപ്പോൾ ഗ്ലോബലി ആണെന്നുണ്ടെങ്കിലും UAE-യിലുള്ള ഒട്ടുമിക്ക എല്ലാ സ്റ്റോക്ക് ബ്രോക്കേഴ്സിൻ്റെ ആപ്ലിക്കേഷൻസിലും ഈ ബിറ്റ് കോയിൻ ETF അവൈലബിൾ ആണ്. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻസ് വഴി, റെഗുലേറ്റഡ് ആയിട്ടുള്ള സ്റ്റോക്ക് ബ്രോക്കേഴ്സ് വഴി നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് അമേരിക്കൻ സ്റ്റോക്കുകളിലും അതേപോലെ തന്നെ ബിറ്റ് കോയിൻ ETF-ലും ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കും. സോ ഇനി നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും, ഇപ്പോൾ സ്റ്റോക്കിലും ബിറ്റ് കോയിനിലും എല്ലാം ഒറ്റ പ്ലാറ്റ്ഫോമിൽ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ UAE-യിലുള്ള റെഗുലേറ്റഡ് ആയിട്ടുള്ള സ്റ്റോക്ക് ബ്രോക്കേഴ്സ് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. സോ ഞാൻ പേഴ്സണലി റെക്കമെൻഡ് ചെയ്യുന്ന 3 സ്റ്റോക്ക് ബ്രോക്കേഴ്സാണ്. 1 ബറാക്ക, 2 സർവ, 3 ഇൻട്രാക്റ്റീവ് ബ്രോക്കേഴ്സ്. സോ സർവേ ആണെന്നുണ്ടെങ്കിലും ബറാക്ക ആണെന്നുണ്ടെങ്കിലും UAE ബേസ്ഡ് ആയിട്ടുള്ള, UAE ലോക്കലി റെഗുലേറ്റഡ് ആയിട്ടുള്ള പ്ലാറ്റ്ഫോമുകളാണ്. ഡയറക്റ്റ് ആയിട്ട് AED ഡെപ്പോസിറ്റും വിഡ്രോവൽസും എല്ലാം വളരെ ഈസി ആയിട്ട് സാധിക്കുന്ന, അമേരിക്കയിലുള്ള ഏത് സ്റ്റോക്കിലും ഏത് ETF-ലും ബിറ്റ് കോയിൻ ETF-ലെല്ലാം വളരെ ഈസി ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ബറാക്കയും സർവേയും. അതേപോലെ തന്നെ ഇന്റർനാഷണലി പോപ്പുലർ ആയിട്ടുള്ള ഒരു സ്റ്റോക്ക് ബ്രോക്കറാണ് ഇൻട്രാക്റ്റീവ് ബ്രോക്കേഴ്സ്. സോ ഈ 3 ലിസ്റ്റിൽ ഞാൻ പേഴ്സണലി, നിങ്ങളൊരു ബിഗിനർ ആണ് എന്നുണ്ടെങ്കിൽ ഞാൻ പേഴ്സണലി റെക്കമെൻഡ് ചെയ്യുന്നത് ബറാക്ക പോലുള്ള മൊബൈൽ ഫ്രണ്ട്ലി ആയിട്ടുള്ള സ്റ്റോക്ക് ബ്രോക്കേഴ്സാണ്. നിങ്ങൾക്ക് ബിറ്റ് കോയിനിലും സ്റ്റോക്സിലും എല്ലാം വളരെ ഈസി ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കും. ഇനി നിങ്ങളൊരു പ്രൊഫഷണൽ ഇൻവെസ്റ്റർ ആണ്, നിങ്ങളൊരു ലോങ് ടേം ഇൻവെസ്റ്റർ ആണ് എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇൻട്രാക്റ്റീവ് ബ്രോക്കേഴ്സ് പോലുള്ള
ഗ്ലോബലി പോപ്പുലർ ആയിട്ടുള്ള സ്റ്റോക്ക് ബ്രോക്കേഴ്സ് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഓക്കെ, അപ്പോൾ ദുബായിലുള്ള ആളുകൾക്ക് ഇതൊക്കെയാണ് ഞാൻ പേഴ്സണലി റെക്കമെൻഡ് ചെയ്യുന്ന പ്ലാറ്റ്ഫോംസ്. ഇനി മൂന്നാമതായിട്ട് നിങ്ങൾ UAE അല്ലാത്ത ബാക്കിയുള്ള GCC രാജ്യങ്ങളിലുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ എങ്ങനെ ബിറ്റ്കോയിൻ വാങ്ങാൻ സാധിക്കും? സോ ഒന്നാമതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് UAE ബിറ്റ്കോയിനും ക്രിപ്റ്റോ കറൻസികളും വളരെ ലീഗലാണ്, റെഗുലേറ്റഡ് ആണ്, സേഫ് ആണ്. പക്ഷേ ബാക്കിയുള്ള GCC രാജ്യങ്ങളിലൊന്നും ബിറ്റ്കോയിൻ ആണെന്നുണ്ടെങ്കിലും ക്രിപ്റ്റോ കറൻസികളാണെന്നുണ്ടെങ്കിലും അത്ര ഫേവറബിൾ അല്ലാത്ത ഒരു അസറ്റ് ക്ലാസ് ആണ്. സോ ഇന്ത്യയിൽ എങ്ങനെയാണോ ഇന്ത്യൻ ഗവൺമെന്റ് ബിറ്റ്കോയിനെയും ക്രിപ്റ്റോ കറൻസികളെയും കാണുന്നത്, അതേപോലെ തന്നെയാണ് ബാക്കിയുള്ള GCC രാജ്യങ്ങളിൽ ബിറ്റ്കോയിനും ക്രിപ്റ്റോ കറൻസിനെയും കാണുന്നത്. ഒരു അൺറെഗുലേറ്റഡ് ആയിട്ടുള്ള ഒരു അസറ്റ് ക്ലാസ്സിലാണ് ബിറ്റ്കോയിനും ക്രിപ്റ്റോ കറൻസികളിലും ഉള്ളത്. ഇപ്പോൾ ബഹ്റൈൻ പോലുള്ള രാജ്യങ്ങളിൽ ഇപ്പോൾ ബിറ്റ്കോയിനോട് കുറച്ചൊക്കെ ഒരു ഫേവറബിൾ ആണ്, അല്ലെങ്കിൽ അവിടുത്തെ നിയമങ്ങൾ കാര്യങ്ങൾ കുറച്ചൊക്കെ പോസിറ്റീവാണ് എന്നുണ്ടെങ്കിലും ഇപ്പോൾ സൗദി അറേബ്യ, ഖത്തർ, കുവൈത്ത് പോലുള്ള രാജ്യങ്ങളിലെല്ലാം ചില രാജ്യങ്ങളിലൊക്കെ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള നിയമങ്ങളാണ് ബിറ്റ്കോയിൻ്റെ മീതെ ഉള്ളത്. ഓക്കെ, അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ നിങ്ങൾ ബിറ്റ്കോയിനിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഞാൻ പേഴ്സണലി റെക്കമെൻഡ് ചെയ്യുന്ന 2 വഴികൾ, ഒന്നാമത്തെ വഴി എന്ന് പറയുന്നത് ഇന്റർനാഷണലി പോപ്പുലർ ആയിട്ടുള്ള ഒട്ടുമിക്ക എല്ലാ ക്രിപ്റ്റോ കറൻസി എക്സ്ചേഞ്ചുകളും ഈ പറയുന്ന രാജ്യങ്ങളിൽ എല്ലാവിടെയും അവൈലബിൾ ആണ്. ഇപ്പോൾ ബൈനാൻസ് ആണെന്നുണ്ടെങ്കിലും ബൈബിറ്റ് ആണെന്നുണ്ടെങ്കിലും OKX പോലുള്ള എക്സ്ചേഞ്ചുകളെല്ലാം ഈ രാജ്യങ്ങളിൽ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് പിയർ ടു പിയർ ആയിട്ട് P2P കാര്യങ്ങൾ, ഇപ്പോൾ ഇന്ത്യയിൽ ബിറ്റ്കോയിൻ എങ്ങനെ വാങ്ങിക്കാം എന്നുള്ള കാര്യം പറഞ്ഞപ്പോൾ P2P കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ അറിയും എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ സൗദിയിലാണെന്നുണ്ടെങ്കിലും കുവൈത്തിലാണെന്നുണ്ടെങ്കിലും ഖത്തറിലാണെന്നുണ്ടെങ്കിലും ഈ രാജ്യങ്ങളിലെല്ലാം ഈ പറഞ്ഞ ഇന്റർനാഷണലി പോപ്പുലർ ആയിട്ടുള്ള എക്സ്ചേഞ്ചുകളെല്ലാം അവൈലബിൾ ആണ്. അപ്പോൾ അത്തരത്തിലുള്ള എക്സ്ചേഞ്ചുകളിലൂടെ ബിറ്റ്കോയിൻ വാങ്ങിച്ചിട്ട് ആ എക്സ്ചേഞ്ചുകളിൽ തന്നെ ബിറ്റ്കോയിൻ നിങ്ങൾ ഹോൾഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും അത് തന്നെയാണ് ഏറ്റവും റെക്കമെൻഡഡ് ആയിട്ടുള്ള ഒന്നാമത്തെ വഴി. ഓക്കെ, ഇനി രണ്ടാമതായിട്ട് നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ക്രിപ്റ്റോ കറൻസി എക്സ്ചേഞ്ചുകൾ യൂസ് ചെയ്യാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു മെത്തേഡാണ് ഇപ്പോൾ സർവ ബറാക്ക പോലുള്ള UAE ബേസ്ഡ് ആയിട്ടുള്ള സ്റ്റോക്ക് ബ്രോക്കേഴ്സ് ബാക്കിയുള്ള GCC രാജ്യങ്ങളിലും അവൈലബിൾ ആണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ബറാക്കിൽ നിങ്ങൾക്ക് ഖത്തറിലാണെന്നുണ്ടെങ്കിലും സൗദിയിലാണെന്നുണ്ടെങ്കിലും ഒമാനിലാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് അവിടെ നിന്ന് ഫണ്ട് ഡെപ്പോസിറ്റ് ചെയ്യാനും ബിറ്റ്കോയിനിലും US സ്റ്റോക്ക് മാർക്കറ്റിലും ഇൻവെസ്റ്റ് ചെയ്യാനും സാധിക്കും. അപ്പോൾ നിങ്ങൾ ബറാക്ക, സർവ പോലുള്ള സ്റ്റോക്ക് ബ്രോക്കേഴ്സിൽ നിങ്ങൾ GCC രാജ്യങ്ങളിൽ നിന്ന് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് അമേരിക്കൻ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാനും ബിറ്റ്കോയിൻ്റെ ETF വാങ്ങിക്കാനും സാധിക്കും. അതേപോലെ തന്നെയാണ് ഇന്ററാക്റ്റീവ് ബ്രോക്കേഴ്സ് പോലുള്ള ഗ്ലോബലി പോപ്പുലർ ആയിട്ടുള്ള സ്റ്റോക്ക് ബ്രോക്കർ ഇപ്പോൾ ഈ പറയുന്ന GCC രാജ്യങ്ങളിലെല്ലാം അവൈലബിൾ ആണ്. അപ്പോൾ ഇത്തരത്തിലുള്ള സ്റ്റോക്ക് ബ്രോക്കേഴ്സ് വഴിയും നിങ്ങൾക്ക് US സ്റ്റോക്ക് മാർക്കറ്റിലും ബിറ്റ്കോയിൻ ETF-ലും ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഏതാണ് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള മെത്തേഡ്, ഇപ്പോൾ ബറാക്ക ആണെന്നുണ്ടെങ്കിലും സർവേ ആണെന്നുണ്ടെങ്കിലും ഇത്തരത്തിലുള്ള പ്ലാറ്റ്ഫോമുകളിലെല്ലാം ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക, അതിൽ നിന്ന് ഡെപ്പോസിറ്റ് ചെയ്യാനും വിഡ്രോ ചെയ്യാനും അതിൻ്റെ ഫീസ് കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ഏതാണ് ഏറ്റവും ഈസി എന്ന് നിങ്ങൾ തന്നെ ചെക്ക് ചെയ്തിട്ട് നിങ്ങളുടെ രാജ്യത്ത് ഇപ്പോൾ സൗദിയിലാണെന്നുണ്ടെങ്കിലും കുവൈത്തിലാണെന്നുണ്ടെങ്കിലും ഏതാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത് എന്ന് നിങ്ങൾ തന്നെ നോക്കിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. സോ ഞാൻ പേഴ്സണലി റെക്കമെൻഡ് ചെയ്യുന്നത് ഒന്ന് ഇന്റർനാഷണൽ ക്രിപ്റ്റോ കറൻസി എക്സ്ചേഞ്ചുകൾ അല്ലെങ്കിൽ ബറാക്ക പോലുള്ള എക്സ്ചേഞ്ചുകൾ ഉപയോഗിക്കുന്നതാണ് എന്തുകൊണ്ടും നല്ലത്. നാലാമതായിട്ട് ഇനി നിങ്ങൾ ബാക്കിയുള്ള രാജ്യങ്ങളിൽ, ഇപ്പോൾ ഉദാഹരണത്തിന് യൂറോപ്പിൽ, US, കാനഡ പോലുള്ള ബാക്കിയുള്ള രാജ്യങ്ങളാണ് ഉള്ളത് എന്നുണ്ടെങ്കിൽ ഞാൻ പറയേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ബിറ്റ്കോയിനിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള മെത്തേഡ് ഗ്ലോബലി പോപ്പുലർ ആയിട്ടുള്ള ഇന്റർനാഷണലി ഉള്ള എക്സ്ചേഞ്ചുകൾ ഉപയോഗിക്കുക എന്നുള്ളതാണ്. സോ ഒട്ടുമിക്ക എല്ലാ ക്രിപ്റ്റോ കറൻസി എക്സ്ചേഞ്ചുകളും ഒട്ടുമിക്ക എല്ലാ രാജ്യത്തും ഇപ്പോൾ അവൈലബിൾ ആണ്. ഇനി ഇത്തരത്തിലുള്ള ബൈനാൻസ്, ബൈബിറ്റ്, OKX പോലുള്ള എക്സ്ചേഞ്ചുകൾ നിങ്ങളുടെ രാജ്യത്ത് അവൈലബിൾ അല്ല എന്നുണ്ടെങ്കിൽ ഏത് സ്റ്റോക്ക് ബ്രോക്കറാണോ നിങ്ങൾക്ക് അമേരിക്കയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത് ആ പോപ്പുലർ ആയിട്ടുള്ള സ്റ്റോക്ക് ബ്രോക്കർ വഴി നിങ്ങൾക്ക് അമേരിക്കയിലുള്ള ബിറ്റ്കോയിൻ ETF-ൽ ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കും. അത് തന്നെ ആയിരിക്കും ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു വഴി. ഇപ്പോൾ ഇന്ററാക്റ്റീവ് ബ്രോക്കേഴ്സ് പോലുള്ള ബ്രോക്കേഴ്സ് ഒട്ടുമിക്ക എല്ലാ രാജ്യത്തും അവൈലബിൾ ആണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു സ്റ്റോക്ക് ബ്രോക്കറിൽ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് അമേരിക്കയിലുള്ള ബിറ്റ്കോയിൻ ETF, ഐബിറ്റ് പോലുള്ള ETF-കളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതായിരിക്കും എന്തുകൊണ്ടും നല്ലത്. അപ്പോൾ എന്തായാലും ഇതിലുള്ള ഒട്ടുമിക്ക എല്ലാ പ്ലാറ്റ്ഫോമുകളും ഞാൻ പേഴ്സണലി യൂസ് ചെയ്തിട്ടുള്ള പ്ലാറ്റ്ഫോമുകളാണ്. അത് കാരണം കൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള പ്ലാറ്റ്ഫോമുകളൊന്നും ഇതൊരു പെയ്ഡ് പ്രൊമോഷനോ കാര്യങ്ങളോ ഒന്നുമല്ല. ഞാൻ ഓൾറെഡി എക്സ്പീരിയൻസ് ഉള്ള പ്ലാറ്റ്ഫോമുകളാണ് ഈ പറഞ്ഞ എല്ലാ പ്ലാറ്റ്ഫോമുകളും. അപ്പോൾ ഏതാണ് നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള പ്ലാറ്റ്ഫോമുകൾ എന്ന് നിങ്ങൾ തന്നെ സെലക്ട് ചെയ്യുക. മൾട്ടിപ്പിൾ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിച്ച് നോക്കിയിട്ട് ഏതാണ് നിങ്ങൾക്ക് സ്യൂട്ടബിൾ, ഈസി ആയിട്ടുള്ള പ്ലാറ്റ്ഫോം എന്ന് നിങ്ങൾ തന്നെ ഡിസൈഡ് ചെയ്ത് അതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതായിരിക്കും എന്തുകൊണ്ടും നല്ലത്. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇൻഫർമേറ്റീവ് ആയി എന്ന് വിശ്വസിക്കുന്നു. ഇൻഫർമേറ്റീവ് ആണെന്നുണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യുക, ആവശ്യമുള്ള ആളുകൾക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക.